ഹലോ, അപ്പോൾ നമ്മൾ നേരെ ഇന്ത്യയിലോട്ട് പോവുക. ഇതോ ഒരു ബസ് നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ നിർത്തിയിരിക്കുന്നത്. ഇതോ അവിടെ നിങ്ങൾക്ക് ഒരു ബസ് കാണാൻ പറ്റും നിർത്തിയിരിക്കുന്ന. ആ ബസ്സിന്റെ പുറകുവശത്തെ ബസ് സ്റ്റോപ്പ് സ്ട്രാറ്റ്ഫോർഡോട്ട് ഒരു ബസ് കിട്ടും. അവിടെ നിന്ന് ട്രെയിൻ എടുത്ത് ഹീത്രൂ LHR ലണ്ടൻ ഹീത്രൂ എയർപോർട്ടിൽ ചെല്ലുക. നമുക്ക് രാത്രി 9 മണിക്കാണ് ഫ്ലൈറ്റ്. പക്ഷേ ഇപ്പം മണി ഏകദേശം 1 മണിയായിട്ടുള്ളൂ. നമുക്ക് ഇന്ന് കുറച്ച് നേരത്തെ പോകാം. ബിക്കോസ് ഞാൻ ഇന്നലെ ടിക്കറ്റ് ഓൾറെഡി ഞാൻ ഒരാഴ്ചയ്ക്ക് മുന്നേ ബുക്ക് ചെയ്ത സമയത്ത് തന്നെ അതിൽ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഫസ്റ്റ് നമുക്ക് ഈ റോഡെല്ലാം ക്രോസ് ചെയ്ത് അപ്പോൾ നമ്മളിതാ ഈ ഒരു ബസ് സ്റ്റോപ്പിലെത്തി. ഇതോ ഒരു ബസ് വരുന്നുണ്ട്. നമുക്ക് നേരെ സ്ട്രാറ്റ്ഫോർഡ് പോകാം. അപ്പോഴത്തേക്ക് എൻ്റെ ചേട്ടൻ അവിടെ പെട്ടിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവരും. നമുക്ക് അവിടെ ചെന്ന് ആ പെട്ടി കളക്ട് ചെയ്യുക. അവിടെ നിന്ന് നേരെ നമുക്ക് ഹീത്രൂയിലോട്ട് പോകുന്ന ട്രെയിൻ കയറാം. അപ്പോൾ നമ്മൾ സ്ട്രാറ്റ്ഫോർഡ് എത്തി. ബസ്സൊക്കെ കയറി സ്ട്രാറ്റ്ഫോർഡ് എത്തി. സ്ട്രാറ്റ്ഫോർഡ് ടാപ്പ് ചെയ്ത് അകത്ത് വന്നു. എന്നിട്ട് നമുക്ക് അത് കഴിഞ്ഞതിന് ശേഷം പിക്കാഡിലി നമുക്ക് നമ്മുടെ പെട്ടിയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതായിരിക്കുന്നു. ഇനി നമുക്ക് ഇവിടുന്ന് പിക്കാഡിലി ലൈൻ എടുത്ത് ഹീത്രൂ ടെർമിനൽ 4 പോകാനുള്ള. സാധാരണ നമുക്ക് എലിസബത്ത് ലൈനിൽ പോയാൽ മതി. എലിസബത്ത് ലൈൻ ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഈ സെൻട്രൽ ലൈൻ അല്ലെങ്കിൽ ഇതേപോലത്തെ പിക്കാഡിലി ലൈൻ എടുത്തിട്ട് വന്നത്. നമ്മുടെ സമയക്കേടനാണെന്ന് അറിഞ്ഞൂടാ. ഇവിടെ സിവിയർ ഡിലേസ് പിക്കാഡിലി. പക്ഷേ ഞാനൊരു 4-5 ഇപ്പോൾ ആക്ച്വലി 2:15 ആയിട്ടുള്ളൂ. 9 മണിക്കാണ് ഫ്ലൈറ്റ്. 9-9:30 കണ്ട ഫ്ലൈറ്റ്. നമ്മൾ നല്ല നേരത്തെ വന്ന് ഇറങ്ങി നന്നായി. കാരണം ഇപ്പോൾ നല്ല സിവിയർ ഡിലേ ആണ്. 20-25 മിനിറ്റ്സോളം ഡിലേ ആണ്. നമ്മൾ പെട്ടിയും കാര്യങ്ങളൊക്കെ വെച്ച് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എന്തുകൊണ്ട് നമ്മൾ നേരത്തെ ഇറങ്ങി നന്നായി? കാരണം ഇപ്പോൾ തന്നെ ഓൾറെഡി നിങ്ങൾക്ക് ടൈം ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും. 2 hours ട്രാവൽ നമ്മൾ ഏതാണ്ട് 3.5 hours ട്രാവൽ ചെയ്തു. ബിക്കോസ് എല്ലാ ട്രെയിനും ഡിലേയും കുറേ ക്യാൻസലേഷനും കാര്യങ്ങളും ഭയങ്കര ഡിലേ ആയിരുന്നു. ഇതുവഴിയാണ് നമുക്ക് ടെർമിനൽ 4 പോകാനുള്ളത്. അപ്പോൾ നമുക്ക് ഇനി എന്തായാലും അങ്ങോട്ട് പോകാം. എനിക്ക് പിന്നെ ഈ ഒരു കൈ വെച്ചിട്ട് ഈ സൂട്ട് കേസ് വലിക്കാൻ പറ്റത്തില്ല. ചെറിയൊരു പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ 5 മണിയായതോടെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടിയും കാര്യങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. നമുക്കിത് ഈ ഗേറ്റാണ്. അവർ 5:50 ആകുമ്പോഴത്തേക്ക് ഓപ്പൺ ആവത്തുള്ളൂ എന്നാണ്. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ബോർഡിംഗ് പാസും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി ഓൺലൈൻ ചെക്കിങ് ചെയ്തു. പിന്നെ പാസ്പോർട്ട് അവിടെ കാണിച്ചിട്ട് പിന്നെ നമുക്ക് ബോർഡിംഗ് പാസ് പ്രിൻറ്റ് ചെയ്ത് കയ്യിൽ തരും. അതും പിന്നെ അതുപോലെ തന്നെ ഈ പെട്ടി മിക്കവാറും ഇവിടെ നമുക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് 5:50. ഇപ്പം നമ്മൾ ഏകദേശം 1 hour മുമ്പേ എത്തി. അത് ഒരു കണക്കിന് നന്നായി. കാരണം ഓൾറെഡി ഇന്ന് നല്ല ഡിലേ ആയിരുന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ ആദ്യം വിചാരിച്ച നമുക്ക് ഒരു 3 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മതി. 3-4 മണിയാകുമ്പോൾ. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ എത്തത്തുള്ളൂ. കാരണം നേരത്തെ ഞാൻ പറഞ്ഞത് തന്നെ ഒരുപാട് ട്രെയിനും കാര്യങ്ങളൊക്കെ ക്യാൻസൽ ആയിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി വെയിറ്റ് ചെയ്യാം. ആ ഗേറ്റ് ഓപ്പൺ ആവുന്നവരെ വെയിറ്റ് ചെയ്യാം. നമ്മൾ ചെക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമുക്ക് ബോർഡിംഗ് പാസ് ഒക്കെ കിട്ടി. ഇനി ഗേറ്റ് ഓപ്പൺ ചെയ്യുന്നത് വരെ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് നേരെ അകത്തോട്ട് കയറാൻ പറ്റും. പിന്നെ ഇവിടെ കുറേ ഡ്യൂട്ടി ഫ്രീയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അവിടേക്ക് ഒന്ന് കയറി നോക്കിയിട്ടൊക്കെ വരാം. ഇതാണ് ഫ്ലൈറ്റിലെ ബാത്റൂം. നമുക്ക് ബഹ്റൈൻ വരെ പോകാൻ ഇനി ഏകദേശം 2 മണിക്കൂറോളം ഉണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഒരു 6 മണിക്കൂർ 6.5 മണിക്കൂർ ലേവർ കഴിഞ്ഞിട്ട് ട്രാൻഡം പോകാം. അങ്ങനെ നമ്മൾ ബഹ്റൈനിലെത്തിയിരിക്കും. ഇപ്പോൾ ഇവിടുത്തെ ടൈം എന്ന് പറഞ്ഞാൽ 8:30 മണിയാണ് രാവിലെ. നമുക്ക് ബഹ്റൈനിലെ ടൈം 2 മണിയാകുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ഫ്ലൈറ്റ് ഒരു 9:10 രാത്രി 9:10 ആകുമ്പോഴത്തേക്ക് നമ്മൾ നാട്ടിലെത്തും. നമ്മൾ ബഹ്റൈനിലെ ലേവറും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ട്രിവാൻഡ്രത്തോട്ടുള്ള ഫ്ലൈറ്റിന് പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഞാൻ നല്ല ടയർഡായിപ്പോയി.